JMJ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ടീ റസ്ക് ആണ്. നമുക്കെല്ലാവർക്കും ടീ റസ്ക് കഴിക്കാൻ വളരെ ഇഷ്ടമല്ലേ? എന്നാൽ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ എത്ര നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ടീ റസ്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ടീ റസ്ക് എഗ്ഗ് ചേർത്തുള്ളതാണ്. എഗ്ഗ്ലെസ് ആയിട്ടുള്ള ടീ റസ്കിൻ്റെ റെസിപ്പി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ അധികം താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യമേ ഇതിലേക്കുള്ള പൗഡർ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് 3 തവണ അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് 3 തവണ അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പത താഴാതെ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ബീറ്റ് ചെയ്യരുത്. 1/2 കപ്പ് പാല് ഞാനൊരു ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാരണം ടീ റസ്കിന് ചെറിയൊരു മഞ്ഞ കളറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ കളർ ചേർക്കണം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ ചേർത്താലും മതി. നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നൊന്ന് അരിച്ചും കൂടി എടുക്കാം. പൗഡർ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്ന കൂട്ടത്തിൽ കുറേശ്ശെ പാല് കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത പാല് ചേർക്കുമ്പോൾ നമ്മുടെ ടീ റസ്കിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. നമുക്ക് കുറേശ്ശെ പൗഡർ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആ കൂടെ നമുക്ക് കുറേശ്ശെ മഞ്ഞൾപ്പൊടി ചേർത്ത പാലും കൂടി ചേർത്തും കൊടുക്കാം. ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. അത് ഒട്ടും താഴ്ന്നു പോകാതെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. പാല് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തത്. അതിൽ കുറച്ച് മിച്ചം വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാല് മിച്ചം വന്നിട്ടുണ്ട്. ബാക്കി ചേർത്തപ്പോഴത്തേനും ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി. ഇനി പാല് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പത ഒട്ടും താഴാതെ ലംസ് എല്ലാം മാറ്റി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കേക്ക് ടിൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. $175 പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോ അല്ലെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത പാനിലോ നമുക്കിത് ഒരു 40 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് റസ്ക് ആക്കാൻ വെക്കാം. അപ്പോൾ റസ്കിൻ്റെ വലുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യമേ ഒന്ന് നടുവേ ഇതൊന്ന് മുറിക്കുവാണ്. 2ആയിട്ട് മുറിക്കാം. ഇനി ഇത് റസ്കിൻ്റെ കനത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ഓരോ പീസും നമുക്ക് ഇതുപോലെ ഈ ഒരു ട്രേയിലേക്ക് അടുക്കി കൊടുക്കാം. ഞാൻ പകുതി കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്ര ഒരു ട്രെയിൽ കൊള്ളുന്നതായി. ആദ്യമേ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയും കൂടെ ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി റസ്ക് ആക്കാനായിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്നത് 175°C തന്നെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പം ഇതെടുത്ത് എല്ലാം ഒന്ന് തിരിച്ചു വെക്കുക. ഈ പൊസിഷൻ മാറ്റി നമുക്കൊന്ന് തിരിച്ചു വെച്ചിട്ട് വീണ്ടും 10 മിനിറ്റ് വെക്കുക.
അങ്ങനെ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് റസ്ക് ആവും. ഓവനിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആവില്ല, എന്നാൽ എടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ക്രിസ്പി ആവും. അതുകൊണ്ട് നമ്മൾ ക്രിസ്പി ആവുകയോളം ഓവനിൽ തന്നെ വെക്കരുത്. 10 മിനിറ്റ് വീതം നമുക്ക് തിരിച്ചും മറിച്ചും 20 മിനിറ്റ് ഓവനിൽ വെച്ചാൽ മതി. 2 ബാച്ചായിട്ട് ഡബിൾ ബേക്ക് ചെയ്ത് നമുക്ക് റസ്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിത് 10 മിനിറ്റ് വീതം ബേക്ക് ചെയ്തെടുത്തു. തിരിച്ചും മറിച്ചും വെച്ച് 10 മിനിറ്റ് വീതം ബേക്ക് ചെയ്തെടുത്തു. അപ്പം രണ്ടാമത് ബേക്ക് ചെയ്തപ്പോഴത്തേനും നമുക്കിവിടെ കേക്ക് റസ്ക്കായി മാറി. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ശരിക്കും നല്ല കറുമുറാന്നുള്ള റസ്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ടീ റസ്ക് തയ്യാറാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.